ഫബ്ബിംഗ് എന്ന് പറയുന്നത് നമുക്ക് മോഡേൺ റിലേഷൻഷിപ്സിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം ഒരു പാർട്ട്ണർ ആയിരിക്കും കംപ്ലീറ്റ്ലി ഫോണിലിരിക്കും. അതല്ലെങ്കിൽ 2 പേരും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഹസ്ബൻഡും വൈഫും കുട്ടികളും നിൽക്കുമായിരിക്കും. ഹസ്ബൻഡ് ഫോണിലായിരിക്കും, വൈഫ് ഫോണിലായിരിക്കും, കുട്ടികളിങ്ങനെ നോക്കിയിരിക്കും ഒരവസ്ഥ. അതുമല്ല എങ്കിൽ 2 പേര് ചേർന്ന ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ ഒരുമിച്ച് വരുന്ന സമയത്ത് ആ പാർട്ട്ണറിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫോണിലേക്ക് ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പാർട്ട്ണർക്ക് വല്ലാത്തൊരു അബാൻഡൻമെൻറ്റ് ഫീലിംഗ് തോന്നുന്നതാണ്. കാര്യം ഈ വ്യക്തി എൻ്റെ ഒപ്പം ഇവിടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്ന ആളാണ്, പക്ഷേ എന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് പുള്ളി കാണുന്നില്ല. പുള്ളിക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കാണ് ഇൻട്രസ്റ്റ്. കംപ്ലീറ്റ്ലി എന്നെ അങ്ങ് അബാൻഡൻ ചെയ്യുകയാണ് അവിടെ, എന്നെ അങ്ങ് ഡിസ്റെസ്പെക്റ്റ് അവിടെ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫബ്ബിംഗ് എന്ന് കാണാൻ പറ്റും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല റിലേഷൻഷിപ്പും മുമ്പോട്ട് നീങ്ങുമ്പം ചിലർക്കത് ബോറിംഗ് ആയിട്ടും മോണോട്ടോണസ് ആയിട്ടൊക്കെ തോന്നും. ഇൻഫാക്റ്റ് ആ വ്യക്തിയുമായിട്ടൊരു ഒരുമിച്ചൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നത് പോലും ചിലരെ സംബന്ധിച്ചിടത്തോളം ബോറിംഗ് ആയിരിക്കും. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നു പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണർ നമുക്ക് ആവശ്യമുള്ള അറ്റൻഷൻ അവിടെ തരുന്നില്ല എങ്കിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അവരോട് അത് സംസാരിക്കുകയും ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക എന്നുള്ളതാണ്. എന്നിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു തെറാപ്പി സീക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.